ഹേ ഗായ്സ്, വെൽക്കം ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ അമ്മമാർക്ക് പ്രത്യേകിച്ച് രാവിലെ എണീക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് കുട്ടികൾക്കായാലും വീട്ടിലുള്ളവർക്കായാലും എന്താ നമ്മൾ തയ്യാറാക്കി കൊടുക്കേണ്ടത് എന്നുള്ളൊരു ടെൻഷൻ ദിവസവും കാണും. അപ്പം ആ ഒരു ടെൻഷൻ മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചട്നിയുടെ റെസിപ്പിയും കൂടെ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. സോ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കല്ലേ. കൂടാതെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എടുത്ത പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു അടിപൊളി റെസിപ്പി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വന്നാലോ. അതിനായി നമുക്കൊരു ബൗൾ എടുക്കാം. ബൗളിലോട്ട് 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. പുളിയുള്ള തൈരാണ് ഏറ്റവും നല്ലത്. അതിനായിട്ട് ഞാനിവിടെ പുളിയുള്ള തൈരാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്തതിന് ശേഷം ഇതിലോട്ട് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. തീരെ നൈസായിട്ടുള്ള റവയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ ഈ തീരെ നൈസായിട്ടുള്ള റവ ഇല്ലെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് മിക്സി ജാറിലോട്ട് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു തൈരിലോട്ടൊന്ന് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താലും മതി കേട്ടോ. ഇനി നമുക്ക് റവ ചേർത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ലിഡിട്ട് ക്ലോസ് ചെയ്ത് ഒരു 10 മിനിറ്റ് റെസ്റ്റിന് വെച്ച് കൊടുക്കാം. ഇനി നമുക്കൊരു അടിപൊളി ചട്നി തയ്യാറാക്കാം കേട്ടോ. അതിനായിട്ട് ഒരു കടായി എടുക്കാം. കടായിലോട്ട് ഒരു 1/2 കപ്പ് കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം. കടല നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുന്ന കടലയില്ലേ, അത് ചേർത്ത് കൊടുക്കാം. ഞാൻ കൈയുടെ അളവിൽ ഒരു 2 കൈയോളം എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയതിനു ശേഷം ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം തണുത്തതിന് ശേഷം നമുക്ക് പീൽ ഔട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ബൗളിൽ, അതായത് അടുപ്പത്ത് ഒരു ബൗളിൽ ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് നമ്മുടെ എരിവിൻ്റെ താല്പര്യം അനുസരിച്ച് വത്തലമുളക് ചേർത്ത് കൊടുത്തോളൂ. ഇനി ഞാനൊരു 3 വത്തലമുളകാണ് ചേർത്തതിന് ശേഷം വെള്ളം ചൂടായതിനു ശേഷം ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. ജസ്റ്റ് നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് പാത്രങ്ങളെ റെഡിയാക്കി വെക്കാം. അതിനായിട്ട് ഞാൻ ഒരു ഇഡ്ഡലി പാത്രവും ഒരു പാൻ വെച്ചിട്ടുണ്ട്. റിങ് ചേർത്ത് വെച്ചതിന് ശേഷം വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് അത് ജസ്റ്റ് ചൂടാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ സ്റ്റീം ചെയ്യുന്നത് ആ ഒരു പാത്രം നന്നായിട്ടൊന്ന് ഓയിൽ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തുള്ളൂ കേട്ടോ. ഞാനിവിടെ കേക്ക് ടിന്നും ഒരു സ്റ്റീൽ പ്ലേറ്റാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ റെസ്റ്റിന് വെച്ച് കൊടുത്ത റവ ഒന്ന് എടുത്ത് നോക്കാം. റവ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് വെള്ളമോ തൈരോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. റവ നന്നായിട്ട് കുതിർന്ന് നന്നായിട്ടൊന്ന് പൊന്തിയും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു മീഡിയം സൈസ് ഇഞ്ചി തീരെ നൈസായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് പച്ചമുളക് വേണേലും ആഡ് ചെയ്തോളൂ കേട്ടോ. അത് നിങ്ങളുടെ ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച്. ഇനി നമുക്ക് ഇതിലോട്ട് 1 ടേബിൾ സ്പൂണ് ഓയിലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാനിവിടെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് ഭയങ്കര താമസമാണെന്നുള്ള വിചാരം ഉണ്ടാവും. പക്ഷെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു റെസിപ്പി തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലോട്ട് നമുക്ക് ഒരു ഈനോ പാക്കറ്റ് നമുക്ക് മെഡിക്കൽ സ്റ്റോറിലൊക്കെ വാങ്ങാൻ കിട്ടും. അതിൽ ഒരു ഈനോ പാക്കറ്റ് നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ അല്ല ആഡ് ചെയ്യുന്നത്, ഈനോ ആണ് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത്. നമ്മൾ അഥവാ ഈനോ നമുക്ക് വാങ്ങാൻ കിട്ടിയില്ലെങ്കിൽ ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ആഡ് ചെയ്തോളൂ കേട്ടോ. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എപ്പോഴാണോ സ്റ്റീം ചെയ്യാൻ വെക്കുന്നത് അപ്പോഴേ നമ്മൾ ബേക്കിംഗ് സോഡയോ അല്ലെങ്കിൽ ഈനോ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ബാറ്റർ നമുക്ക് ഓരോ പ്ലേറ്റിൽ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലോട്ട് നമുക്ക് കുറേശ്ശെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 2 പാത്രത്തിലോട്ട് ഇതുപോലെ ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. പ്ലേറ്റിലോട്ട് ഒഴിച്ചതിന് ശേഷം ബാക്കിയുള്ളത് ഞാൻ നമ്മുടെ കേക്ക് ടിന്നിലോട്ടും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ 1 കപ്പ് റവയും കൊണ്ട് 2 പാത്രത്തിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് കാണാനൊരു ഭംഗിക്കായി 1 പിഞ്ച് നമ്മുടെ മുളക് പൊടി ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. 2 ഭാഗത്തും 2 പ്ലേറ്റിലോട്ടും ഇതുപോലെ ഒന്ന് മുളക് പൊടി സ്പ്രിങ്കിൾ ചെയ്തതിന് ശേഷം ഒരു പിഞ്ച് നമ്മുടെ കുരുമുളക് പൊടിയും കൂടെ ഇതേ സെയിം രീതിയിലൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റീം ചെയ്യാൻ വെക്കാം. അതിനായിട്ട് ഞാൻ ഒരു പ്ലേറ്റ് നമ്മുടെ കുക്കറിലോട്ട് അതായത് നമ്മുടെ സ്റ്റീമർ ഇഡ്ഡലി തട്ടിലോട്ട് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തെ നമ്മുടെ ഈ ഒരു പാനിലോട്ട് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി 2 മിനിറ്റ് ക്ലോസ് ചെയ്ത് ഒരു 10 മിനിറ്റ് നമുക്ക് സ്റ്റീം ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഒരു അടിപൊളി ചട്നി തയ്യാറാക്കാം. അതിനായിട്ട് നമ്മൾ കുറച്ച് മുന്നേ ജസ്റ്റ് കുതിർക്കാൻ വെച്ചിരിക്കുന്ന വെള്ളത്തിൽ വെച്ചിരുന്ന ആ ഒരു വത്തലമുളക് മിക്സി ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 5-6 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ കടല നമ്മുടെ തൊണ്ട് നന്നായിട്ടൊന്ന് റിമൂവ് ചെയ്തിരിക്കുന്ന ആ ഒരു കടലയും കൂടെ നമുക്ക് ഈ ഒരു മിക്സി ജാറിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം.
ഇനി നമുക്ക് ഒരു ഞുള്ള് നമ്മുടെ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ആവശ്യാനുസരിച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 2 to 3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ നമ്മുടെ പൊട്ടുകടലയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്തുകൊണ്ട് വരാം കേട്ടോ. ഇത് നോക്കിക്കോളൂ, നന്നായിട്ടൊരു ഫൈൻ പേസ്റ്റാക്കി നമ്മുടെ ചട്നി ഇവിടെ റെഡിയാണ്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ താളിച്ചെടുക്കുകയോ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ താളിക്കുന്നൊന്നുമില്ല, താളിക്കാതെ തന്നെ ഇത് പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഒരു ബൗളിലോട്ട് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നമ്മുടെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ധോക്ല, അതായത് ഇതിൻ്റെ പേര് ധോക്ല ആണ്. ഈ ധോക്ല ഒന്ന് റെഡി ആയെന്ന് നോക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് രണ്ടും കൂടെ പുറത്തോട്ട് എടുക്കാം. പുറത്തോട്ടെടുത്തതിന് ശേഷം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനിയും ഇതിന് വേണ്ടിയിട്ട് കടുക് താളിച്ച് കൊടുക്കാം. അതിനായിട്ട് ഒരു കടായിൽ 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം ഒരു 1/4 ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് വെള്ള എള്ള് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു പച്ചമുളക് തീരെ നടുവിൽ നിന്ന് കീറിയിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം കുറച്ച് കരിവേപ്പിലയും കൂടെ നമുക്കിതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ വകയെല്ലാം നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഈ ഒരു താളിച്ച നമ്മുടെ ഈ ഒരു മിശ്രിതം നമ്മുടെ ഈ ഒരു ധോക്ലയുടെ മേളിൽ കൂടെ ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. പ്രത്യേക ഒരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും ആയിരിക്കും നമ്മുടെ ഈ ഒരു സെസം സീഡ്സ്, അല്ല വെള്ള എല്ലും കടുകും കരിവേപ്പിലയും എല്ലാം ആകുമ്പോഴത്തേക്കിന് നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. ഇനി നമുക്ക് ഇത് സ്ലൈസ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഏതൊരു ഡിസൈനിലാണ് വേണ്ടിയത് ആ ഒരു ഡിസൈനിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തോളൂ. അപ്പോൾ ഇതാ വളരെ സോഫ്റ്റ് ആൻഡ് സ്പഞ്ചി ആയിട്ടുള്ളൊരു നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയാണ്. സർവിങ് പ്ലേറ്റിലോട്ട് ഞാനിവിടെ സെർവ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. വളരെ സോഫ്റ്റാണ്, കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഈ ഒരു ചട്നിയുടെ ഒപ്പം നമ്മൾ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പം പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പി തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ ഇതുപോലെ നല്ല നല്ല റെസിപ്പിക്കായി ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ് ചാനൽ ഒന്ന് ഫോളോ ചെയ്യും സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടമ്പേ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ.